അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹകാരികളെ, ഇന്ന് പൊന്മുണ്ടം പൈതങ്ങൾ മക്കാം അസ്മാഉൽ ഹുസ്ന റാത്തീബിൻ്റെ 23-ാം വാർഷികം ജനുവരി 2, 3, 4 തീയതികൾ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നടന്ന സിയാറത്ത് യാത്ര, പതാക ഉയർത്തൽ ചടങ്ങും നമുക്ക് നേരെ കാണാം. റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഖൈരി അജാലി ബിജാഇ ശൈഖി അജ്മീരി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വൈദ്യ പ്രചാരത്തിൽ വെച്ച് നടത്തപ്പെടുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബിന്റെ 23-ാം വാർഷികം പ്രമാണിച്ച് ഈ മഹത്തായ സ്വലാത്ത് റാലിയിൽ നടത്തണമെന്ന് വളരെ വിനയത്തോടുകൂടെ سكرة الموت يهدي التوحيد للفوت ليهني لهولي ليهدي بجاه الشيخ أدري صلاة الله سلام الله على സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് അനിൽ ഹുസാദി വല്ലനബി വസല്ലിനി വദുല്ലഹിബി വഖല്ലിസ്നി അനിൽ ഹദബി ബിജാഹി ശൈഖി അജ്മീരി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ റാത്തീബ് 23-ാം വാർഷികത്തിന് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ സദാത്തുക്കളുടെ ഉറൂസ് മുബാറക്കിന് തുടക്കം കുറിച്ചുകൊണ്ട്
പൊന്മുണ്ടം മഹല്ല് ഖബർസ്ഥാനി സിയാറത്തിന് ശേഷം സ്വലാത്ത് ജാഥയായി പുറപ്പെട്ട് മക്കാം അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്തത് മക്കാം സിയാറത്താണ്. അതിനുശേഷം 3 ദിവസത്തെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തൽ കൊടിയേറ്റം നടക്കുകയാണ്. സയ്യിദ് എളങ്കൂർ തങ്ങളുപ്പാപ്പ മഹത്തായ കർമ്മത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. പ്രഗത്ഭരായ സാദാത്തുക്കളും ആലിമീങ്ങളും സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളും ഈ മഹലിലെയും പരിസര പ്രദേശങ്ങളിലെയും കാരണവന്മാരും പൗരപ്രധാനികളുമെല്ലാം നമ്മുടെ മഹത്തായ ഈ റാലിയിൽ പതാക ഉയർത്തൽ ചടങ്ങിലും സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മക്കാം സിയാറത്ത് മഹാന്മാരായ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. എല്ലാവരും മക്കാമിന്റെ ഭാഗത്തേക്ക് നീങ്ങുക. എല്ലാവരും നമ്മുടെ മജ്‌ലിസിലേക്ക് കയറി നിൽക്കുക. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി 3 ദിവസങ്ങളായി വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടെയാണ് അസ്മാഉൽ ഹുസ്ന റാത്തീബിന്റെ 23ാം വാർഷികം നടക്കുന്നത്. ഇന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ സൗഹൃദ സമ്മേളനം നടക്കുകയാണ്. പ്രഗത്ഭരായ സാദാത്തുക്കളും പണ്ഡിതന്മാരുമെല്ലാം സംബന്ധിക്കുന്നു. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه وما مدحناه إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى أرواح جميع الصحابة والصحابيات كلهم أجمعين، خاصة إلى حضرات ساداتنا الصحابة البدريين يا رب العالمين، وإلى حضرات أهل العباء رضي الله عنهم وأهل الكساء رضي الله عنهم وأصحاب الكهف رضي الله عنهم وأهل الخير كلهم أجمعين، وإلى أرواح جميع أهل بيت رسول الله صلى الله عليه وسلم، وإلى أرواح جميع من دفنوا في هذه المقبرة المباركة، وإلى أرواح جميع عبادك وخواص عبادك خاصة يا رب العالمين. اللهم أعلِ درجاتهم وانفعنا بعلومهم في الدارين. اللهم ببركاتهم وأسرارهم وأنوارهم وعلومهم وبحق هذا اليوم العظيم وبحق هذا الشهر الشريف نسألك أن تغفر ذنوبنا وتستر عيوبنا وتحسن أخلاقنا وتشفي أمراضنا وتؤدي ديوننا وتفرج همومنا وتكشف كروبنا وتقضي حوائجنا. اللهم أنت تعلم حاجات كل واحد منا وممن أوصانا بالدعاء فاقضها يا قاضي الحاجات، فاقضها يا قاضي الحاجات، فاقضها يا قاضي الحاجات، واشفنا واشف مرضانا يا شافي الأمراض. اللهم اشف أمراضنا وأمراض مرضانا، أمراض الظاهرة والباطنة والحسية والمعنوية. اللهم وعافنا وعافهم عافية دائمة، وطول أعمارنا وأعمارهم في رضاك وفي وجهك وفي خدمة دينك الإسلام يا رب العالمين. ربنا وأوصل ثواب ما قرأناه إلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر من ماتوا منا ومن أهل هذه القرية يا رب العالمين. اللهم اغفر لنا ولهم. اللهم اجعل قبورنا وقبورهم روضة من رياض الجنان، ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم اجعلنا وإياهم من أهل التقوى والمغفرة، واجعلنا وإياهم من ورثة جنة النعيم، وأدخلنا وإياهم في عبادك الصالحين.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أحب وأحسن إلينا ولمن ساهم وشارك في معاهدنا ومجلسنا هذا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واجعلنا من المقبولين يا رب العالمين وارحمنا بأنواع رحمتك يا أرحم الراحمين محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. 3 ദിവസത്തെ നമ്മുടെ മഹത്തായ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയ തങ്ങൾ എളങ്കൂർ അവരുടെ ആത്മീയ കരങ്ങളാൽ കൊടിയുയർത്തൽ കർമ്മം നടക്കാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പതാക ഉയർത്തൽ ചടങ്ങ് കഴിഞ്ഞാൽ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും തിരിയേണ്ടത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്ക് മുമ്പ് മറ്റു പരിപാടികളൊന്നുമില്ല. വൈകുന്നേരം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ സൗഹൃദ സമ്മേളനം നടക്കുന്നത്. മഗ്രിബിന് മുമ്പ് തന്നെ എല്ലാവരും നമ്മുടെ മക്കാമംഗളത്തിൽ എത്തിച്ചേരണം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ സൗഹൃദ സമ്മേളനം നടക്കുന്നു. ആദരണീയരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സൗഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. പ്രഗത്ഭരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്നു. സൗഹൃദ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടക്കുന്നു. 2ാം ദിവസമായ നാളെ കാലത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മക്കാമംഗളത്തിൽ വെച്ച് ഷാദുലി ഹൽക്ക നടക്കുകയാണ്. എല്ലാവരും ആ മഹത്തായ മജ്ലിസിൽ പങ്കെടുക്കണം. മഗ്രിബിന് ശേഷം അസറിന് ശേഷം ബഹുമാനപ്പെട്ട താനാളൂർ അബ്ദുൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അസ്മാഉൽ ഹുസ്ന റാത്തീബ് 23 വർഷമായി നമ്മുടെ മക്കാം കേന്ദ്രമായി മഹാന്മാരായ സാദാത്തുക്കളുടെയും മാലിമീങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്ന മഹത്തായ മജ്ലിസിന്റെ വാർഷിക മജ്ലിസാണ് നാളെ അസർ നിസ്കാരം കഴിഞ്ഞ് നടക്കുന്നത്. ഉസ്താദിന്റെ സൗകര്യാർത്ഥമാണ് അസറിന്റെ ശേഷം നമ്മുടെ മജ്ലിസ് നടക്കുന്നത്. എല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മഗ്രിബിന് ശേഷം റിഫാഇ റാത്തീബ് മജ്ലിസ് നടക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി താത്തൂർ ഉത്ബോധന പ്രസംഗം നടത്തുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ കോയ കാപ്പാടും സംഘവും റാത്തീബിന് നേതൃത്വം നൽകുകയാണ്. ഞായറാഴ്ചയാണ് നമ്മുടെ ഉറൂസ് പരിപാടിക്ക് സമാപനം കുറിക്കുന്നത്. കാലത്ത് 8:30 8 മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേർന്നു. മഹത്തായ മൗലിദിന്റെ മജ്ലിസ് മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും ഉമറാക്കളും പ്രവർത്തകന്മാരും എല്ലാവരും ഒരുമിച്ചുകൂടി ഈ നാടിന്റെ ഏറ്റവും ആത്മീയമായ ഒരു ചൈതന്യ മുഹൂർത്തമായി ആ മൗലിദിന്റെ മജ്ലിസ് മാറേണ്ടതുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. അതിന്റെ സമാപനം കുറിച്ച് ബഹുമാനപ്പെട്ട നൂറു സാദാത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ബായാർ തങ്ങൾ പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദിക്ർ ദുആ സമ്മേളനത്തോടുകൂടി നമ്മുടെ മഹത്തായ പരിപാടിക്ക് സമാപനം കുറിക്കുകയാണ്. 3 ദിവസങ്ങളിലും നമ്മുടെ പരിപാടികളിൽ എത്തുന്നവർക്ക് നല്ല ഭക്ഷണം സ്വാഗത സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. പരിപാടി സാഗൂതം വീക്ഷിക്കുവാൻ കുടുംബങ്ങൾ സമേതം വന്ന് വീക്ഷിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും സ്വാഗത സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. ഓൺലൈൻ വഴി വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാവർക്കും പരിപാടി ലൈവായി വീക്ഷിക്കുവാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് മഹത്തായ ഈ ഉറൂസ് പരിപാടിക്ക് നേതൃത്വം നൽകി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആത്മീയ കരുതലായി ഈ മഹത്തായ പരിപാടി മാറണം. നല്ല ഇഖ്ലാസോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ നമ്മുടെ മഹത്തായ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം. മറ്റുള്ള പരിപാടികളെ പോലെയല്ല, തീർത്തും ആത്മീയമായ 3 റാത്തീബുകളുടെ മജ്ലിസുകളാണ് പ്രധാനമായും
നമ്മുടെ പരിപാടിയിൽ നടത്തപ്പെടുന്നത്. അതിലൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ പങ്കെടുക്കണം. എല്ലാവരെയും സയ്യിദ് കുടുംബത്തിന് വേണ്ടി, സ്വാഗത സംഘത്തിന് വേണ്ടി മഹത്തായ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. മഹാന്മാരായ ധാരാളം സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് എളങ്കൂർ മുത്തുക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ടവരാണ് കൊടി ഉയർത്തൽ കർമ്മത്തിന് നേതൃത്വം നൽകുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹബീബ് ബുഖാരി തങ്ങൾ, സയ്യിദ് ഷറഫുദ്ദീൻ ബുഖാരി തങ്ങൾ, സയ്യിദ് പൂക്കോയ തങ്ങൾ തുടങ്ങി പ്രഗത്ഭരായ സാദാത്തുക്കൾ, അതുപോലെ നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ഇബ്രാഹിംകുട്ടി ഹാജി, കൺവീനർ ഹനീഫ, സ്വാഗത സംഘ ഭാരവാഹികളായ കുഞ്ഞാപ്പു ഹാജി, മാനുപ്പ് ഹാജി, ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹാജി തുടങ്ങി പ്രഗത്ഭരായ എല്ലാ കാരണവന്മാരും നേതാക്കളും ഉണ്ട്. അതുപോലെ സ്വദേശത്തും വിദേശത്തുമുള്ള നമ്മുടെ ഈ മക്കാമുമായി ബന്ധപ്പെട്ട് സയ്യിദ് അവറുകളുമായി വളരെ അടുത്ത ബന്ധമുള്ള പ്രഗത്ഭരൊക്കെയുണ്ട്. ICF-ന്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ പൊന്മുണ്ടം മഹലിലെ പ്രഗത്ഭരായ ആളുകൾ, എല്ലാവരുടെയും മഹനീയ സാന്നിധ്യത്തിൽ 3 ദിവസത്തെ പ്രൗഢഗംഭീരമായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടി ഉയർത്തൽ കർമ്മമാണ് നടക്കുന്നത്. ധാരാളം സാദാത്തുക്കൾ നമ്മുടെ മഹനീയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രഗത്ഭരായ സാദാത്തുക്കളുടെയും ഉമറാക്കളുടെയും സ്വാഗത സംഘ ഭാരവാഹികളുടെയും പൊന്മുണ്ടം മഹല്ല് പരിസരങ്ങളിലെ കാരണവന്മാരുടെയും പൗരപ്രധാനികളുടെയും ഒക്കെ മഹനീയ നേതൃത്വത്തിൽ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് എളങ്കൂർ മുത്തുക്കോയ തങ്ങൾ 3 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബ് 23-ാം വാർഷികത്തിന്, അതോടൊപ്പം പൈതങ്ങളെ ജാറം ഉറൂസ് മുബാറക്കിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റുകയാണ്, പതാക ഉയർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെയും അതുപോലെ തന്നെ മറ്റു സദാത്തുക്കളെയും എല്ലാവരെയും സാദരം സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരെയും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും ധന്യവും ആസവും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ പരിപാടികളുടെ തുടക്കം